നമുക്ക് രണ്ട് കള്ളന്മാരെ കണ്ടുപിടിക്കണം. അത് കൊള്ളാം. വണ്ടി മോഷണത്തിന്റെ കാലമാണല്ലോ ഇപ്പോ. രണ്ട് കാറ് കള്ളന്മാരെ കണ്ടുപിടിച്ച് അവന്മാർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കണം. രാത്രി നമ്മൾ തന്നെ ഗേറ്റ് തുറന്നിട്ടേക്കാം എന്ന് പറയുക. അവന്മാര് മോഷ്ടിച്ചോണ്ട് പോട്ടെ. കൊള്ളാലോ വിശ്വനാഥ ഐഡിയ. ആ അല്ല, പോലീസ് കേസ് വല്ലതും ആവുമ്പോ നമ്മൾ പരാതി കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ ലീലാവതിയും സതി അവര് കംപ്ലൈന്റ് ചെയ്താൽ നമുക്ക് കള്ളന്മാരെ കൊണ്ടൊരു കത്തുകൂടി എഴുതി വെപ്പിക്കാം. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞേ. പക്ഷെ കാറിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്നവരവര് ഈ ഭീഷണി ഏക്കും. അവരെ കൊല്ലൂന്ന് പറയുന്നതിനൊപ്പം സ്വന്തം ഭർത്താക്കന്മാരെ മക്കളെ കൊല്ലൂന്ന് എഴുതി വെക്കാം. അപ്പോഴോ വാചകങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. എല്ലാം കൂടെ ആലോചിക്കുമ്പോ സംഗതി അത്ര മോശമല്ലെന്ന് തോന്നുന്നു. മോശമല്ല എന്നല്ല, ഇതാണ് ഏറ്റവും നല്ല ഐഡിയ. കള്ളന്മാരോടെ പറ്റുമെങ്കിൽ ഒന്ന് പറയണം, വണ്ടി ജില്ലയല്ല കഴിയുമെങ്കിൽ രാജ്യം തന്നെ കടത്തണമെന്ന്. കാരണം മോഷണം പോകുന്നതിന്റെ അടുത്ത ദിവസം മുതൽ നമ്മുടെ ഭാര്യമാരെ വീട് വീടാന്തരം അരിച്ച് പെറുക്കും. അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിരിക്കട്ടെ, നമ്മൾ ഈ കാറ് കള്ളന്മാരെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സുഗുണനെ കുറച്ച് കള്ളന്മാരെയൊക്കെ പരിചയമുണ്ട്. തന്ത്രപരമായി അവനോട് ചോദിച്ച് മനസ്സിലാക്കാം. അത് മതി. അയ്യോ സതി, അയ്യോ എന്റെ ഗതി. അയ്യോ അത് ശരിയാവത്തില്ല. കട്ടിലടി പോയാലോ? അയ്യോ അത് ശരിയാവത്തില്ല. പിന്നെ എവിടെ? അയ്യോ അത് ഒട്ടും ശരിയാവത്തില്ല. എന്ത് ചെയ്യും ഞാൻ? നരേന്ദ്ര, ഒരു കാര്യം ചെയ്യും. ഈ പുതപ്പ് പുതച്ച് ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോണം. ഞാൻ താഴെ ചെന്ന് സതിയെ എങ്ങനെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സിഗ്നൽ തരാം. ഞാൻ സിഗ്നൽ ഞാനത് അവളോട് പറഞ്ഞതാ. ഞാൻ എന്താ സിഗ്നൽ? ഇങ്ങനെ രണ്ട് തവണ വരുന്നു സതി, ഞാൻ താഴേക്ക് വരുന്നു. ആ സിഗ്നൽ ഒന്നുകൂടെ പറഞ്ഞു. രണ്ട് തവണ ചുമ എന്നിട്ട് വരാവുള്ളൂ. കിടന്നു. എന്താ ചൂട്. എന്തൊക്കെയുണ്ട് സതി വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എപ്പോ വന്നു? ഈ വിശ്വേട്ടന്റെ ഓരോ തമാശകൾ. പുറത്തു പോയിട്ട് നാട്ടുവിശേഷങ്ങളൊന്നും ഇല്ലേ? നാട്ടുവിശേഷങ്ങളോ? വിശ്വേട്ട നാട്ടും പുറത്ത് ഞാൻ പറയാറില്ലേ, രാജി. രാജിയുടെ ഭർത്താവും ടൗണിൽ കൂടി ഞങ്ങൾ കാറി പോകുന്ന കണ്ടു. അവള് ഭയങ്കര അഹങ്കാരിയല്ലായിരുന്നു വിശ്വേട്ടാ. അവക്ക് എന്തെല്ലാം നമ്മളെക്കാൾ ഒരുപാട് ഭൂസ്വത്തുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്. എല്ലാം പോയി വിശ്വേട്ടാ, എല്ലാം പോയി. അല്ലെങ്കിലും പണ്ട് മുതൽ അഹങ്കാരമുള്ളവരൊക്കെ ഇങ്ങനെയാണ്. അതെ. പിന്നെ നമ്മുടെ പത്മകുമാരൻ രമേശനും ഒക്കെ എവിടെ? പപ്പം വഴിയിലിറങ്ങി. രമേശൻ വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. പിന്നെ വിശ്വേട്ട രമേശൻ പറയായിരുന്നു, വണ്ടി ഇങ്ങനെ വെറുതെ ഇട്ടേക്കാതെ സാറിനെ കൊണ്ട് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണോന്ന്. നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. എന്താ വിശ്വട്ട ഒരു പരിഭ്രാന്തിയോ? എനിക്കോ? എന്ത് പരിഭ്രാന്തി? എനിക്ക് പരിഭ്രാന്തി ഒന്നുമില്ല. വിശ്വേട്ടന്റെ ഈ പറച്ചിലിൽ തന്നെ ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ. അല്ല സതി, എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഒരു ടെൻഷനോ? അയ്യോ BP ഉണ്ടാവും, ഡോക്ടറെ കാണണം. വിശ്വേട്ടന്റെ BP ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. ഇപ്പൊ എങ്ങനെ കാശ് കത്തിരിക്കുക? അല്ല സതി, കാശ് ഇപ്പൊ എടുക്കണോ? അയ്യോ എന്റെ വിശ്വേട്ടന് എന്തോ പറ്റി. വേണ്ട, ഇല്ല എനിക്ക് മനസ്സിലായി. ഇത് കൊച്ചുമുള്ളരെ പോലെ. ചേടാ എന്ത് പറ്റിയോ? വിശ്വേട്ടാ നല്ല അടിപൊളി സ്പ്രേ വിശ്വേട്ടാ. അതെ, നല്ല അടിപൊളി സ്പ്രേ. പക്ഷെ ഇത് നല്ല സ്പ്രേ ആണെന്ന് അറിയണമെങ്കിൽ അടുക്കള വെച്ച് തുറന്നു നോക്കണം. നല്ല സ്പ്രേ ആണെങ്കിൽ ചോറിന്റെയും കറിയുടെ ഒക്കെ മണം മാറി കിട്ടും. ബാബാ, നമുക്ക് അടുക്കളയിൽ വെച്ച് ടെസ്റ്റിംഗ്. എന്താ? അല്ല, ഞാനൊരു നാടൻ പാട്ട് പാടിയതാ. സിഗ്നൽ അല്ല അതേത് നാടൻ പാട്ടാ? കേട്ടാലേ ചേട്ടാ ഇറങ്ങി വരാവുള്ളൂ. നല്ല മൂഡിലാണല്ലോ. ചെല്ല്. സിഗ്നലാണ് ഇറങ്ങി വന്നോളൂ ചേട്ടാ. അയ്യോ
സതി നീ എവിടെ പോകുന്നു? ആ ലോക്കറിൽ നിന്ന് എടുത്ത് ആഭരണം എടുത്ത് ഞാൻ ഡ്രോക്കകത്ത് വെച്ച് ഡ്രോ അടച്ചില്ല ഞാൻ. അല്ല നീ ഒന്ന് നിന്ന, ഞാനൊന്ന് പറയട്ടെ. സതി അയ്യോ, അയ്യോ, ഈശ്വരാ. എന്താ സതി? അയ്യോ, എന്ത് അയ്യോ. എന്ത് നോക്ക്, ഏ? ഇത്രയും. ആ, എന്ത് ദേ നോക്ക്. എവിടെ നോക്കാൻ നീ പറയുന്നേ? എന്താ? ആ, ഏ? അയ്യോ, ആ, ആ, എന്താ? ആ. സതി സതി ബോധം പോയി. എന്നാ ഞാൻ പോട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം. ഞാൻ കൊണ്ടുകൊള്ളാം, താൻ പോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല പോ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. സതി ഓ, സതി Viva la leticia, Sadilila.